എല്ലാവർക്കും ബിസിനസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ബസ് സ്റ്റാൻഡിലാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് ലിങ്ക് സ്ട്രോങ് ചേസിൽ കരൂരിലെ വീനസ് കോച്ചിൽ നിന്ന് പണി കഴിഞ്ഞ് വന്നിട്ടുള്ള റോഡ് നെറ്റ് എന്ന ബസ്സാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ബസ് ഓടുന്നത് കണ്ണൂർ പുതിയങ്ങാടി റൂട്ടിലാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബസ് റിവ്യൂയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് റോഡ് നെറ്റിൻ്റെ ഒരു ഓവറോൾ ഫ്രണ്ട് ലുക്ക് വരുന്നത്. ഡീറ്റെയിലായിട്ട് നോക്കുകയാണെങ്കിൽ റോഡ് നെറ്റ് എന്ന പേര് ഷെയ്ഡ് ഫോണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഒലിവ് ട്രാവൽ ഹബ്ബ് ഒരു അതിൻ്റെ താഴെ പേര് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് 3 ടോപ്പ് ലൈറ്റ്, അതുപോലെ വാം ലൈറ്റ്സ്, 2 സൈഡിലായിട്ട് ഓറഞ്ച് ടോപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മനോഹരമായ കൊമ്പുകൾ കാണാം. താഴത്തെ പോർഷനിലേക്ക് വരുമ്പോൾ ബട്ടർഫ്ലൈ വൈപ്പേഴ്സ് ഉണ്ട്. വണ്ടിയുടെ എഡീഷൻ നെയിം കൊടുത്തിരിക്കുന്നത് കാന്താരി എന്നുള്ളതാണ്. ഒരു കാന്താരിയുടെ ഫോട്ടോ അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. കണ്ണൂർ പുതിയങ്ങാടി റൂട്ടിലാണ് ഈ വണ്ടി സർവീസ് നടത്താൻ പോകുന്നത്. വണ്ടി ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പം വണ്ടി ഓടിയിട്ടില്ല. നാളെ മുതലാണ് വണ്ടി സർവീസ് നടത്തുന്നത്. ദ വേൾഡ് ഈസ് മൈ ടെറിട്ടറി എന്ന് ആ ഒരു ഓപ്പണിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊരു അടിപൊളി ഗ്രിൽ പോർഷൻ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബ്ലാക്ക് ബോർഡറിലായിട്ട് 3 ഹെഡ്ലൈറ്റ്സാണ് വന്നിട്ടുള്ളത്. ഇൻഡിക്കേറ്റർ ചെറിയ ഒന്നും, അതുപോലെ ഇവിടെ ഈ ഒരു പോർഷനിലൊരു ഇൻഡിക്കേറ്ററും കാണാം. അതുപോലെ ക്രാഷ് ഗാർഡ് നല്ല മനോഹരമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്യൂഷൻ്റെ പേരൊക്കെ അടിച്ചിട്ടൊരു ക്രാഷ് ഗാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു വൈറ്റ് ലൈറ്റും ഒരു യെല്ലോ ലൈറ്റും നമ്മുടെ ഫോഗ് ലാംപ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു ഫ്രണ്ട് ലുക്ക് എന്നുള്ള കാഴ്ച എന്ന് പറയുന്നത്. ഈ ഭാഗത്തോട്ട് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വണ്ടി കുറച്ചുകൂടെ ഒന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തും അതേപോലെ സെയിം സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക്. ലിങ്ക്സ് ചേസിൻ്റെ സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽസും വണ്ടിയുടെ വീനസ് കോച്ചിൻ്റെ നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അവിടെ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് വണ്ടിയുടെ ഡ്രൈവർ പോർഷൻ ലുക്ക് നോക്കാം. താഴെ കൂടെ വാം ലൈറ്റ്സ് പോയിട്ടുണ്ട്, സെൻറ്ററിൽ കൂടെ ഓറഞ്ച് ലൈറ്റ്സ് പോയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു സ്ലൈഡിങ് ക്വാർട്ടർ ഗ്ലാസ് വന്നിട്ടുണ്ട്. ഈ ക്വാർട്ടർ ഗ്ലാസ്സിലൊക്കെ ഒരു താഴെയിട്ടൊരു ഡിസൈനെ കൊടുത്തിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതുപോലെ കൊമ്പിൻ്റെ സൈഡിലായിട്ടും ഈ സൈഡിൽ ഒരു ലൈറ്റ് ഉണ്ട്. ഡ്രൈവറുടെ ഡോറിലൊരു മിറർ കൊടുത്തിട്ടുണ്ട് അഡീഷണലായിട്ട്. അതുപോലെ വീലാർച്ചിൽ സ്റ്റീലിൻ്റെ വർക്ക് ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. വീലിൻ്റെ പോർഷനിലേക്ക് പോകുമ്പോൾ സ്റ്റീലിൻ്റെ വീൽ കപ്പ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ടയർ സൈസ് വരുന്നത് 10.R20 എന്നുള്ള സൈസിലുള്ള ടയേഴ്സാണ് വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ആഡ് ബ്ലൂ ടാങ്ക് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഇവരുടെ റോഡ് നെറ്റിൻ്റെ ലോഗോ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇത്ര ക്ലോസറായിട്ടാണ് കിടക്കുന്നത്, അതുകൊണ്ട് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കണം. ഇവിടെ ഡീസൽ ടാങ്കിൻ്റെ ഓപ്പണിങ് വരുന്നുണ്ട്. ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റിയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഐറ ബത്തൂൾ എന്ന് പറഞ്ഞിട്ട് സൈഡിലൊരു പേരാണ്. പിന്നെ എമർജൻസി എക്സിറ്റ് ഡോർ വരുന്നത് ഈ ഒരു പോർഷനിലാണ്. അതുപോലെ ഈ സൈഡിലായിട്ട് തന്നെ റോഡ് സ്ട്രൈക്ക് ഫോഴ്സ് എന്ന് ഒരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ഇവിടെ സൈഡ് നെയിം കാണാം. ബാക്ക് വീൽ പോർഷൻ ഒരു സ്റ്റീലിൻ്റെ വീൽ കപ്പാണ് ഇതിന് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. നല്ല അത്യാവശ്യം ഭംഗിയുള്ള വീൽ കപ്പാണ്. അതിൽ ഇങ്ങോട്ട് വരുമ്പം ഈ ഭാഗത്തായിട്ട് ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് ഡോർ വരുന്നത് ഈ ഒരു പോർഷനിലാണ്. ഇതാണ് ഈ ഒരു സൈഡിലെ ലുക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത സൈഡിലെ ലുക്ക് നോക്കിയാൽ ഇവിടെ ആ ഒരു സെമി സ്ലൈഡിങ് ഗ്ലാസ് ഉണ്ട്. ഇവിടെ ഒരു അഡീഷണൽ മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ മുകളിലായിട്ട് CCTV ക്യാമറ, ഈ ഒരു ഡോറിൻ്റെ വ്യൂ കിട്ടുന്ന രീതിയിൽ ഒരു CCTV ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ റോഡ് നെറ്റിൻ്റെ ലോഗോ കാണാം. അതുപോലെ സ്റ്റെപ്പ് പോർഷനിൽ ഫുള്ള് സ്റ്റീലിൻ്റെയാണ് സൈഡിൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ബ്ലൂ ലൈറ്റ്സ് കൊടുത്തിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെയും കുറച്ച് സ്റ്റിക്കർ വർക്കൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ബാറ്ററി ബോക്സ് വരുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് അത് വെച്ചിട്ടുള്ളത്. ഇവിടെ തന്നെ അലിയ ബത്തൂൾ എന്നുള്ള പേര് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്.
ഇവിടെ സ്പെയർ വീലിൻ്റെ ഓപ്പണിംഗ് ആണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. അതുപോലെ ബാക്ക് വീൽ പോർഷൻ ഇവിടെ കാണാം. അതിനുശേഷം ബാക്ക് ഡോർ പോർഷൻ, ബാക്ക് ഡോറിലും ഈ ഒരു ടോപ്പ് വരെ ഫുള്ള് സ്റ്റീലിൻ്റെ വർക്ക് ചെയ്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു പച്ച വെട്ടാണ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ അടുത്ത സൈഡിലെ ലുക്ക് എന്ന് പറയുന്നത്. ഇതാണ്ട് റോഡ് നെറ്റിൻ്റെ ബാക്ക് ലുക്ക് നോക്കാം. ആ മുകളിലായിട്ടൊരു സെൻറ്ററിൽ ടോപ്പ് ലൈറ്റ് വന്നിട്ടുണ്ട്. ലാഡേഴ്സ് എല്ലാം സ്റ്റീലിൽ ചെയ്തിട്ടുള്ള ലാഡേഴ്സാണ്. റോഡ് നെറ്റ് എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസിന് ചുറ്റും ചതുരത്തിൽ ബ്ലാക്ക് പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതിലിവിടെ ഒരു ജപ്പാനീസ് ഭാഷയിൽ ഇവിടെ ഒരു റൈറ്റിംഗ് കാണാം. ഇവിടെ ലുക്ക് അറ്റ് മീ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ബോർഡിൻ്റെ പോർഷൻ, ഇതൊരു ബോർഡർ ഫുള്ളിനി ബ്ലാക്ക് ആക്കാനുണ്ട്. അതിലിവിടെ ഒലിവ് ഹബ്ബ് എന്ന് കാണാം. ഇവിടെ മെയിനായിട്ടുള്ള പേരാണ് ഒലിവ് ട്രാവൽ ഹബ്ബ്. ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഈ ഒരു പേരിലാണുള്ളത്. അതുപോലെ ബാക്ക് റിയർ ലാമ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് സിൽവർ ഷെയ്ഡിൽ 4 ലൈറ്റുകൾ നല്ല വ്യത്യസ്തമായ രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ലൈറ്റ്, റെഡ് ലൈറ്റ് വന്നിട്ടുണ്ട്. താഴെ ഒരു ഓറഞ്ച് ലൈറ്റും വൈറ്റ് ലൈറ്റും. സെൻറ്ററിൽ നാടെ 4 ലൈറ്റുകൾ വന്നിട്ടുണ്ട്. ഇവിടെ നമ്പർ പ്ലേറ്റ് വെക്കാനുള്ള പോർഷൻ ഇവിടെ കാണാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ബാക്ക് പോർഷൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീല്, ലൈലൻ്റെ സ്റ്റിയറിംഗ് വീല്. അടിപൊളി സ്റ്റിയറിംഗ് ലുക്കുള്ള വീല്. അതുപോലെ ഇവിടെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. അതൊരു മൈക്ക് ബോക്സിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ വണ്ടിയുടെ ലൈറ്റ്, ഹോണ് കാര്യങ്ങൾ. ഇവിടെ ബാക്കിയുള്ള ലൈറ്റുകളുടെയൊക്കെ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. ഫ്യൂസ് അടക്കം വരുന്നുണ്ട്. ഇവിടെ ഡ്രൈവർക്കുള്ള ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്ലൈഡിങ് ക്യാബിനുണ്ട്. ഫ്രണ്ട് വ്യൂ കിട്ടുന്നതിനുള്ള ക്യാമറ, മിറർ. അതുപോലെ ഡാഷ് ബോർഡ് എന്ന് പറയുന്നത് ആ ഒരു ബ്ലൂ മൈക്കേ തന്നെ ഫുള്ള് പ്ലെയിനിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡാഷ് ബോർഡാണ്. ഇവിടെ ആയിട്ട് ഇതിൻ്റെ ഗിയർ ലിവർ ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വരുന്നത്. 1315 കിലോമീറ്ററാണ് ഇപ്പോൾ ടോട്ടൽ ഓടിയിട്ടുള്ളത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആഡ്ബ്ലൂ ഒക്കെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈവൻ്റെ ബോണറ്റ് ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. മറ്റേ സാധാരണ ലൈലൻ്റെ ബോണറ്റ് വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. ഇവിടെ സിംഗിൾ സീറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ക്വാർട്ടർ ക്ലാസ്സിലൊക്കെ കർട്ടൻസ്, ബ്ലൂ കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം തൊട്ട് ഈ ഒരു ഭാഗം വരെ സ്റ്റീലിൻ്റെ വർക്കാണ് വരുന്നത്. ഇങ്ങോട്ടൊരു ബ്ലൂവിൻ്റെ വർക്ക്. അതിന് ശേഷം വേറൊരു ലൈറ്റ് മൈക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എയർ വെൻറ്റിലേഷൻ സെൻറ്ററിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഉള്ള വ്യൂ കിട്ടുന്നതിൻ്റെ ക്യാമറ അവിടെ കാണാം. അവിടെ ഒരു ഡ്രൈവർക്കുള്ള ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ബീഡിങ്ങിലൂടെ റെഡ് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഡ്രൈവർ ക്യാബിൻ സെപ്പറേഷൻ. അവിടെ ഒരു ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ കർട്ടൻസ് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അതവിടെ തൊട്ടാണ് ഇതിൻ്റെ സീറ്റിംഗ് വരുന്നത്. 38 സീറ്റാണ്. നല്ല അടിപൊളി കുഷനിൽ ചെയ്തിട്ടുള്ള സീറ്റ്. കമ്പിയുടെ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എമർജൻസി എക്സിറ്റ് വിൻഡോ. അതുപോലെ ഈ വണ്ടിക്ക് താഴെ കുഷൻ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ബെർത്താണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബോക്സ് കാര്യങ്ങൾ കാണാം. 2 സൈഡിലായിട്ടും നല്ല അടിപൊളി ബെർത്ത് കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് ഇവിടെ ഈ ഒരു പടിയിൽ സ്റ്റീലിൻ്റെ വർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു മൈക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. സെൻറ്ററിൽ കൂടെ ആയിട്ടൊക്കെ വാം ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പോർഷൻ, ആ ബ്ലൂ പോർഷൻ ഇങ്ങോട്ട് കയറി ആ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് എമർജൻസി എക്സിറ്റ് വിൻഡോ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ വാം ലൈറ്റ്സ് സെൻട്രൽ കൂടെ ഫുൾ വാം ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഒരു കരൂർ വണ്ടിക്ക് വരുന്ന ഈ ഒരു കളർ ഫുൾ ലൈറ്റ് 2-3 ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ എമർജൻസി എക്സിറ്റ് ഡോർ ഈ ഒരു പോർഷനിൽ കാണാം. ഒരു ഹാമർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ ബാക്കിലായിട്ടൊക്കെ ഈ ഒരു സ്റ്റീൽ വർക്കും അതുപോലെ കമ്പിയുടെ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ പോർഷനിലൊക്കെ സ്റ്റീലിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ബാക്ക് വ്യൂ കിട്ടുന്നതിൻ്റെ ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ആ ബ്ലൂ കർട്ടൻസ് ആയിട്ട് ബാക്കിൽ ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാക്ക് ഡോറ്, അതിൻ്റെ ഓപ്പറേറ്റിംഗ് സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. ബെല്ല് കാര്യങ്ങൾ കാണാം. ഇത്രയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ലുക്ക്. വണ്ടിയുടെ ഇലക്ട്രീഷ്യൻ വർക്കുകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുള്ളിയും കൂടെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? ഷനിൽ. വീട് ഇവിടെ കണ്ണൂരിന്. വർക്ക് കണ്ണൂർ. വർക്ക് ഇങ്ങനെ മൊബൈൽ വർക്കാണ്. ഇങ്ങനെ വണ്ടി പറ്റും. ഞാൻ പുള്ളിയുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തേക്കാം. അപ്പോൾ കണ്ണൂർ ഭാഗത്തുള്ളവർ ഇലക്ട്രീഷ്യൻ വർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പുള്ളിയെ ഒന്ന് കോൺടാക്ട് ചെയ്യുക.
ഇതാ ഒരുമിച്ചിറങ്ങിയ 2 വണ്ടികളാണ് എൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നത്. ഇതവരുടെ ആ ഒരു ടൂറിസ്റ്റ് ബസ്സിന് കൊടുക്കുന്ന അവരുടെ പേരിലാണ് കൊടുത്തിരിക്കുന്നത് ഒലിവ് ട്രാവൽ ഹബ്ബ്. ഇതിന് എഡിഷൻ ടൈം കൊടുത്തിരിക്കുന്നത് ഷെയ്ഖ് അബ്ദുള്ള എന്നുള്ളതാണ്. കണ്ണൂർ പുതിയങ്ങാടി പഴയങ്ങാടി റൂട്ടിലാണ് ഈ വണ്ടി സർവീസ് നടന്നത്. രണ്ടും വീനസ് കോച്ചിൽ നിന്ന് പണി കഴിപ്പിച്ചിറങ്ങിയ വണ്ടികളാണ്. പക്ഷേ രണ്ടിനും കൗൾ പോർഷനിൽ വ്യത്യാസമുണ്ട്. ഇത് KL13AX 4508 നമ്പർ കേട്ടോ. ക്രാഷ് കാർഡ് കൊടുത്തിട്ടുണ്ട്. ഇതിന് ലിപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ ബ്ലാക്ക് പോർഷനിൽ 3 ലൈറ്റുകൾ, ഇൻഡിക്കേറ്റർ. അതുപോലെ ഈ ഒരു ഓപ്പണിംഗ് പോർഷൻ കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ലെസ് ടോക്ക് മോർ ആക്ഷൻ. ഇവിടെ ഗ്രിൽ പോർഷൻ വരുന്നില്ല. ഇവിടെ വേണ്ട ഒരു ബ്ലാക്കിൽ സിൽവർ കള്ളി കൊടുത്തിട്ട് അതിങ്ങനെ സെറ്റ് ചെയ്തേക്കാണ്. ഇതിൻ്റെ വൈപ്പേഴ്സ് ഒരു സൈഡിലേക്കുള്ള വൈപ്പേഴ്സാണ്. മാട്ടൂർ മടകര ബോർഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ 3 വാം ലൈറ്റ്സ്, 2 ഓറഞ്ച് ലൈറ്റ്സ്, കൊമ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക്. ഈ സൈഡ് ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ക്വാർട്ടർ സ്ലൈഡിങ് ഗ്ലാസ് ഉണ്ട്. ആ ഡിസൈൻ അപ്പുറത്തെ വണ്ടിക്ക് കൊടുത്തതിൻ്റെ ഡിസൈൻ കാര്യങ്ങൾ ഈ വണ്ടിക്കും കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ മിറർ, CCTV ക്യാമറ, അതുപോലെ വീൽ കപ്സ്, സ്റ്റീലിൻ്റെ വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോളോ ടയർസാണ് വന്നിട്ടുള്ളത്. 235/75R 17.5 സൈസിലുള്ള വീലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഡോർ പോർഷനിൽ ഒക്കെ ആയിട്ട് ഇതാ സ്റ്റീലിൻ്റെ വർക്ക് ഇതാ ഇവിടെ വരെ ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഇതിൻ്റെ ഡീസൽ ടാങ്ക് വരുന്നത് ഈ ഒരു പോർഷനിലാണ്. ഇവിടെ എമർജൻസി എക്സിറ്റ് വിൻഡോ ഇവിടെ വരുന്നുണ്ട്. 1 A കിങ് ഓൾവേസ് എ കിങ്. ഓക്കെ, ഒരു ക്വാർട്ടർ ക്ലാസ്സിൽ റൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ആലിയ ബത്തൂൾ 2 വണ്ടിയിലും നോക്കിയാൽ ആ പേര് കാണാം. ഇവിടെ സ്പെയർ വീലിൻ്റെ ഓപ്പണിംഗ് ഉണ്ട്. ഇവിടെ ബാക്ക് വീൽ പോർഷൻ നോക്കുകയാണെങ്കിൽ കുറച്ച് എതളുകൾ കൂടുതലുള്ള സ്റ്റീൽ വീൽ കപ്പാണ് ഈ വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. വീൽ ആർച്ചിലും സ്റ്റീലിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇവിടെയും സ്റ്റീലിൻ്റെ വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഡോറിൽ അത്രയും ഹൈറ്റ് വരെ ഡോറിൻ്റെ ഈ ഫുള്ള് സൈഡിൽ സ്റ്റീൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്പർ ഇവിടെ കാണാം. ഇതാണ് ഇതിൻ്റെ ഒരു സൈഡിലെ ലുക്ക്. ഇനി അടുത്ത സൈഡ് ലുക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ആ ഒരു സ്ലൈഡിങ് ഗ്ലാസ് ഉണ്ട്. ഇവിടെ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഡ്രൈവർ ഡോറിൽ മിറർ വന്നിട്ടുണ്ട്. ഒരു വീൽ ആർച്ച്, വീൽ കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ ഈ ഭാഗത്തായിട്ട് വരുന്നത് ഇതിൻ്റെ ബാറ്ററി ബോക്സാണ്. ഇവിടെ ആയിട്ട് എമർജൻസി എക്സിറ്റ് വിൻഡോ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് വരുന്നത് ഇതിൻ്റെ ആഡ്ബ്ലൂ ടാങ്കാണ്. ഡീസൽ ടാങ്ക് അപ്പുറത്തെ പോർഷനിലേക്ക് പോയി. ഇവിടെ തന്നെ ആര്യ ബത്തൂൾ, ഫാത്തിമ എന്നുള്ള പേര്, ഫാത്തിമ ആര്യ ബത്തൂൾ. 2 സൈഡിലും 2 പേര് കൊടുത്തിരിക്കുന്നത് കേട്ടോ, 2 വണ്ടിക്കും. ഈ വണ്ടിക്കാണല്ലോ ഇവിടെ ആലിയ ബത്തൂൾ എന്നാണ്. ഇവിടെ ആര്യ ബത്തൂളായി. ഒരു ബാക്ക് വീൽ പോർഷൻ ഇവിടെ കുറച്ച് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ എമർജൻസി എക്സിറ്റ് ഡോർ വരുന്നുണ്ട്. അതിൻ്റെ സ്റ്റെപ്പ് 2 അവിടെ കാണാം. ഇതാണ് ഇതിൻ്റെ അടുത്ത സൈഡത്തെ ലുക്ക്. നമുക്ക് ബാക്ക് ലുക്ക് ഇവിടെ നോക്കിയാൽ റോഡ് നെറ്റ് എന്നാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു മുകളിൽ ബ്ലാക്ക് പോർഷനിൽ മുകളിൽ ടോപ്പ് ലൈറ്റ് വന്നിട്ടുണ്ട്. 2 ബ്ലാക്ക് ലാഡേഴ്സ്. ഒലിവ് ട്രാവൽ ഹബ് എന്നുള്ള പേര് സെൻറ്ററിലുണ്ട്. അതുപോലെ ബ്ലാക്ക് സിൽവർ തന്നെയാണ് ഈ വണ്ടിക്കും റിയർ ലൈറ്റ്സ് വന്നിട്ടുള്ളത്. ഇത് വേറൊരു ഷേപ്പിലുള്ള ലൈറ്റ്സാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. താഴെ 3 ലൈറ്റുകൾ 2 സൈഡിലായിട്ടുണ്ട്. നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സിൽവർ പോർഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വണ്ടി ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക് ലുക്ക്. ഐഷർ 2090 ചേസിലാണ് ഒരുവിൻ്റെ ഈ ഒരു ബസ് ബിൽഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഐഷർ 2090 സ്പെസിഫിക്കേഷൻസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ താഴെ നോക്കി കാണാം. ഇതിൻ്റെ ക്യാബിൻ ലുക്ക് ഇതാ ഇങ്ങനെ ഒരു ഐഷറിൻ്റെ അടിപൊളി ലോഗോ വെച്ച് സ്റ്റിയറിങ്, അടിപൊളി സീറ്റ്, ഡ്രൈവർ സീറ്റ്. അവിടെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളുണ്ട്. ഇവിടെ സ്ലൈഡിങ് ക്യാബിനുണ്ട്. ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ കിട്ടാൻ ക്യാമറ ഉണ്ട്, മിറർ. അതുപോലെ ഈ ബോണറ്റ് ഇതാ ഇത്ര ഒരു പോർഷനിൽ ഇവിടെ വരെ വരുന്നുണ്ട്. അത് കുഷ്യനിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ഗിയർ ലിവർ കാണാം. അതുപോലെ ഇവിടെ പെട്ടി സീറ്റ് ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്. ക്വാർട്ടർ ഗ്ലാസ്സിനൊക്കെ ഒരു ബ്ലൂ ടൈപ്പ് കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇൻറ്റീരിയർ വ്യൂ കിട്ടുന്നതിൻ്റെ CCTV ക്യാമറ ഉണ്ട്. ഇവിടെ സൈഡ് ഇവിടെ തൊട്ട് താഴെ വരെ ഫുള്ള് സ്റ്റീൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ 2 മൈക്ക ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് എയർ വെന്റിലേഷൻ ഫ്രണ്ടത്ത് വരുന്നുണ്ട്. ഡ്രൈവറുടെ സെപ്പറേഷനിൽ ഒലിവ് ബത്തൂൾ കണ്ണൂർ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ബർത്തിൻ്റെ പോർഷനിലേക്ക് വരുമ്പോൾ കുഷ്യൻ താഴെ ഭാഗത്തൊക്കെ കുഷ്യനിൽ ചെയ്തിട്ടുള്ള ബർത്തുള്ള 2 സൈഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ കൂടെ നോക്കുകയാണെങ്കിൽ ആ ഒരു പൂക്കൾ ഉള്ള ആ ഒരു മൈക്ക് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. സീറ്റിൻ്റെ ലുക്കിലേക്ക് വരികയാണെങ്കിൽ ബ്ലൂവിൽ ചെയ്തിട്ടുള്ള അടിപൊളി സീറ്റിലാണ് ഈ വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. എല്ലാ സീറ്റിനും ഹാൻഡ് റെസ്റ്റ് കമ്പി കൊടുത്ത് എല്ലാ സീറ്റിനും കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിക്കും 38 സീറ്റിംഗ് കപ്പാസിറ്റിയാണ് വരുന്നത്.
അതുപോലെ ഇവിടെ എമർജൻസി എക്സിറ്റ് വിൻഡോ ഈ ഒരു പോർഷനിൽ ഇവിടെ വരുന്നുണ്ട്. ഓപ്പോസിറ്റ് പോർഷനിൽ വരുന്നത് ഫ്രണ്ടിലാണ്, ഇവിടെയാണ് എമർജൻസി എക്സിറ്റ് വിൻഡോ വരുന്നത്. അതുപോലെ GPS കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് വ്യൂ കിട്ടുന്നതിന് വേണ്ടിയുള്ള ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലും എല്ലാ ഫുൾ ലെങ്ത് കർട്ടൻസ്, സ്റ്റീൽ വർക്ക്. ഇവിടെ എമർജൻസി ഡോറ് കാണാം. സീറ്റിൻ്റെ ബാക്കിലായിട്ടും ഈ ഒരു സ്റ്റീൽ വർക്കും ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്ത് സീറ്റ്, ട്രിപ്പിൾ സീറ്റ് വെച്ച് ഫുൾ ലെങ്ത് സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റോഡ്നെറ്റിൻ്റെ മാനേജർ അവിടെ ഡ്രൈവർ സീറ്റിൽ ഇരിപ്പുണ്ട്. പേര് വെച്ചേക്കാം, എന്താ പേര്? അമീൻ. വീട് എവിടെ? മാട്ടൂൽ. നമ്മുടെ റോഡ്നെറ്റിൻ്റെ ഓണറിൻ്റെ സ്ഥലം എവിടെ? മാട്ടൂൽ. ഏകദേശം എത്ര ബസ്സുണ്ട്? ഏകദേശം നമുക്ക് ഒരു 6 ബസ്സുകളുണ്ട്. എല്ലാ ഓടുന്ന റൂട്ട് കണ്ണൂർ, പയങ്ങാടി, പുതിയങ്ങാടി, പിന്നെ മടക്കര. ഇപ്പോൾ പുതിയ 2 ബസ് അടുത്തേക്ക്. ഇപ്പോൾ പുതിയ 2 ബസ്. നമുക്ക് ഒലിവിൻ്റെ സാരഥിനെ പരിചയപ്പെടാം. എന്താ ബ്രോ പേര്? രാകേഷ്. പഴയങ്ങാടി. കണ്ടക്ടറോടെ പരിചയപ്പെടാം. എന്താ പേരെടാ? പേര് ജെനിൽ. വീട് മാട്ടൂൽ. നാട്ടുമല്ലേ? എല്ലാവർക്കും നമ്മുടെ ഒലിവ് ട്രാവൽ ഹബിൻ്റെ 2 പുത്തൻ പുതിയ ബസ്സുകൾ, വീനസ് കോച്ചിൽ നിന്ന് ഐഷർ ചേസിലും അതുപോലെ നേലൻ ചേസിലും ലഭിച്ചിട്ടുള്ള 2 പുത്തൻ പുതിയ ബസ്സുകളുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്നാണ് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ പുതിയ ബസ്സുകളുടെ വിശേഷമായിട്ട് നമുക്കിനി ഉടനെ കാണാം. അതുവരേക്കും ബൈ ഫ്രം ഡിജിറ്റൽ നമ്പർ.